ഹായ് ഹലോ. അപ്പോൾ എന്താണ് എല്ലാവർക്കും ഞായറാഴ്ചയായിട്ട് പരിപാടി? ഞങ്ങളിതേ പള്ളിയിലൊക്കെ പോയി വന്നു, കയറിയതേ ഉള്ളൂ. അപ്പോൾ ഇന്നൊരു സൺഡേ സ്പെഷ്യൽ ഒരു ബീഫ് സ്റ്റൂ വെക്കാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് രാവിലെ ഇതെല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കിയെല്ലാം സെറ്റാക്കിയാൽ മതി. അപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാം, നിങ്ങൾക്ക് കൂടെ എൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതേ നമ്മുടെ ബീഫ് സ്റ്റൂ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളിത് ചട്ടി വെച്ചു, ചൂടായിട്ടുണ്ട്, വെള്ളമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യുകയാണ് കേട്ടോ. നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. നെയ്യ് എന്തോരം ചേർക്കുന്നു അത്രയും ടേസ്റ്റിയാണ്. നമ്മൾ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, കുറച്ച് കാഷ്യൂ നട്ട്സ് നമ്മൾ ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യാം. നല്ലൊരു ഇത് കിട്ടും. കാഷ്യൂ അതിനകത്ത് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ കാഷ്യൂ ആഡ് ചെയ്തിട്ടുണ്ട്. സവോള ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ സവോള ആഡ് ചെയ്തു. നോക്കി കാണിച്ചു കൊടുക്കാം. നമ്മളെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ച് വെച്ചിരിക്കുന്ന കേട്ടോ. ഇത് നമ്മളത് മുളക് പൊടി ഒന്നും യൂസ് ചെയ്തില്ല, മഞ്ഞൾ പൊടി യൂസ് ചെയ്തില്ല. കുറച്ച് മല്ലിപ്പൊടി ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ചിലർ മല്ലിപ്പൊടി ഉപയോഗിക്കാറില്ല. അതിന് പകരം ഈ കോൺഫ്ലവറൊക്കെ മിക്സ് ചെയ്ത് ചേർക്കാണ്ട് മൈദ ചേർക്കാറുണ്ട്. ഞാൻ പക്ഷേ എനിക്ക് മല്ലിപ്പൊടി വേണം. പിന്നെ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കും കേട്ടോ. ഉപ്പിടുന്നുണ്ട്. നമ്മൾ ഉപ്പൊക്കെ ചേർത്തിപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് വയന്ന് വരണം. സവാള നന്നായിട്ട് വയണം. നമുക്ക് അതിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്യാവശ്യം വയന്നിട്ടുണ്ട്, ഇനിയും വയണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് നന്നായിട്ട് ഇഞ്ചി, വെളുത്തുള്ളിയും നമ്മുടെ പച്ചമുളകും കൂടെ ചതച്ച് വെച്ചിരിക്കുന്ന അത് ചേർക്കാം. എന്നിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ കിടന്നിട്ടൊന്ന് നല്ല മസാല ആവണം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. കറി ലീവ്സ് ആഡ് ചെയ്ത് നമ്മൾ ഇനി മല്ലിയിലയൊക്കെ ചേർത്താൽ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ നമ്മൾ അങ്ങനെ മല്ലിയില ചേർക്കാറില്ല. ആക്ച്വലി കൈ പിടിക്കുന്ന സാധനം നെയ്യൊക്കെ അവരോട് ഇഷ്ടത്തിനായിട്ട് ചേർക്കാം. ഞങ്ങളുടെ ആ ഒരു ഇനിയിപ്പോൾ ബീഫ് ആയതുകൊണ്ട് ബീഫിൻ്റെ ആ ഫ്ലേവറും നെയ്യൊക്കെ കൂടെ വരുമ്പോൾ ഭയങ്കര ഇതാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നെയ്യ് കുറച്ചാൽ ചേർത്തുള്ളൂ കേട്ടോ. സവോള നല്ല വയന്ന് വന്നിട്ടുണ്ട്. നല്ല ഒന്ന് കാണിച്ചു കൊടുത്തേ. നല്ലതായിട്ട് വന്നിട്ടുണ്ട്, മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഒരു കാര്യം മറന്നുപോയി. ഫസ്റ്റ് നമ്മൾ ഓയിൽ ആഡ് ചെയ്ത് അതിനകത്ത് ഒരു കറുവപ്പട്ടയും 2-3 കുരുമുളകൊക്കെ ഇട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഇതാക്കും. ധൃതിയിലങ്ങ് മറന്നു. മല്ലിപ്പൊടി നമ്മൾ ഒത്തിരി ചേർക്കണമെന്നില്ല, എന്നാലും ഒരു ചെറിയൊരു തിക്നെസ്സിന്. മഞ്ഞളൊന്നും ചേർക്കണില്ല കേട്ടോ. മല്ലിപ്പൊടി അപ്പം ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട്. ബാക്കി തിക്നെസ് തന്നെയാണ്. ഇതിപ്പോൾ മല്ലിപ്പൊടി ചേർത്തു. ഒരു 3 ഈ സ്പൂണിന് ഒരു 3 സ്പൂൺ ചേർത്തു കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് തടിച്ച് മാറ്റി വയ്ക്കാം. പിന്നെ ഇതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കണം. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ടൈമിലിട്ടിട്ടാണ് ഇത് മൂപ്പിക്കുക, കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ആ ഒരു സ്മെല്ല് വരുമല്ലോ, പച്ചമണം മാറുന്ന ആ ഒരു സ്മെല്ല് വരും. ഇപ്പോൾ നമ്മൾ ചതച്ച് ചേർക്കുമ്പോഴേ അതിൻ്റെ ഒരു ഫ്ലേവർ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. നമ്മൾ അരിഞ്ഞിടുന്നതിലും ഒക്കെ നല്ലൊരു ചതച്ച് ചേർക്കുമ്പോഴത്തേക്കും ഒരു രസമാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ 2ാം പാല് കുറച്ച് ബീഫ് നമുക്ക്, അപ്പോൾ പാല് നമ്മൾ കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് തേങ്ങ കാഷ്യൂനായിട്ടും കൂടെ അരച്ചാണ് നമ്മൾ വെച്ചേക്കണേ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലോട്ട് 2ാം പാൽ ഒഴിക്കുകയാണ്. 1ാം പാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. 2ാം പാൽ ഒഴിച്ചു. പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ ബീഫിൻ്റെ കുറച്ച് ഇതിരിപ്പുണ്ട്, സ്റ്റോക്കുണ്ട്. അപ്പോൾ ബീഫും ക്യാരറ്റും കിഴങ്ങും കൂടെ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്നതാണ്. മഞ്ഞളും പച്ചമുളകും ഉപ്പൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഇനി ആഡ് ചെയ്യാം. ഇതിനകത്ത് കുറച്ച് ഈ ബീഫിൻ്റെ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കുറച്ച് സവോളയും കാഷ്യൂനട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് 2 കൂടെ അരച്ചതാണ്. ഇതാണ് നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്നിങ്ങനെ ഇനിയിപ്പോൾ ഇതിൻ്റെ കളറിലും ചേഞ്ച് വരും. ആൻഡ് ഓൾസോ ഒരു നല്ല തിക്ക് ഗ്രേവി കിട്ടും കേട്ടോ. ഇത് ഒഴിച്ചാൽ നമുക്ക് മല്ലിപ്പൊടിയൊന്നും ചേർക്കണമെന്നില്ല. ഒട്ടും നമുക്കിത് വേസ്റ്റ് ആക്കാനില്ലാത്തതുകൊണ്ട് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇനി നമ്മുടെ 2ാം പാലോട് ഒഴിക്കേണ്ട ഒരു സെറ്റാണ്.
ഇതിലോട്ട് ഇനി ഒന്ന് ജസ്റ്റ് തിളയ്ക്കട്ടെ. നമ്മളിനി ഗരം മസാല ആഡ് ചെയ്യണം, കുരുമുളക് പൊടി ആഡ് ചെയ്യണം. അത്രേ ഉള്ളൂ. നമ്മൾ തക്കാളി ഒന്നും ചേർക്കണ്ട കേട്ടോ. തക്കാളി വേണമെങ്കിൽ ചേർക്കാം, ഓപ്ഷനിലാണ്. ഗരം മസാല ആഡ് ചെയ്യുക. കുരുമുളക് പൊടി നമ്മൾ അതിനകത്ത് നിന്ന് മാറ്റിയതാണ് ഇത് പൊടിക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താണ്. ഓക്കെ, ഉണ്ടോ? എനിക്കത് തക്കാളി ആരും കിട്ടിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഓപ്ഷനിലെന്ന് പറഞ്ഞാൽ കിട്ടിയതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, കുറച്ച് ഇത് ഏലക്ക ചതച്ചതാണ്, ഒരു ഫ്ലേവറിനാണ്, അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഒന്നാം പാലോടെ ഒഴിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഫുൾ സെറ്റ്. ഓക്കെ, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ആയിട്ടുണ്ട്. നല്ല എരിവും നല്ല ഉപ്പും എല്ലാം കറക്റ്റാണ്. ഇനിയിപ്പോൾ ഇതുകൂടെ ഒഴിക്കുമ്പോഴത്തേക്ക് ശരി നമ്മുടെ ആദ്യത്തെ പാൽ നമ്മൾ എടുത്ത് വെച്ചിടാം. ഇത് ഒഴിച്ചിട്ട് നമ്മളിത് ഓഫ് ചെയ്യാം കേട്ടോ. തീ കുറച്ച് ഇഷ്ടം നമുക്കിത് ഒഴിക്കാം. തിളയ്ക്കേണ്ട ആവശ്യമില്ല, ഓഫാക്കി. ഓക്കെ, അപ്പോൾ നമ്മുടെ ബീഫ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് സ്റ്റൂ ഇവിടെ റെഡിയായി. നമ്മൾ കഴിക്കാൻ പോവാണ്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നല്ല ഗീയുടെ ടേസ്റ്റ്, ഇത് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ കഴിച്ച് നോക്കട്ടെ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്ക്. എങ്ങനെയാണ് ഫീഡ്ബാക്ക് എന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.